ടേസ്റ്റിയായ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കാഷ്യൂനട്ട് ഏലക്കായ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അട അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശകലം നെയ്യ് ഒഴിക്കണം. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് നമ്മൾ വേവാൻ വെക്കണം. തീ ഓഫ് ചെയ്തേക്കണം. ഒരു സൈഡിൽ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് അഴുക്കുകയാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം. ആയിട്ടുണ്ട്. ചെവിട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര. ഇത്രയും അഴുക്ക് അതിൻ്റെ അകത്തുണ്ട്. ഇത് എപ്പോഴും നമ്മൾ ഉരുക്കി ഒഴിക്കുന്നതാണ് ബെസ്റ്റ്. അവിടെ വെള്ളം ഊറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വടിച്ചെടുക്കണം. നമ്മൾ അട കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു. ഒന്നാം പാലല്ല, ഇത് 2, 3 ഉള്ള പാലാണ്. ഒന്നാം പാൽ നമ്മൾ ലാസ്റ്റിലാണ് ഒഴിക്കുന്നത്. ഇനി പതിയെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇതിന് നമ്മൾ തേങ്ങാക്കൊത്ത്, പിന്നെ ചുക്ക്, ഏലക്ക ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുക്കുക. കിസ്മിസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്രഥമനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്. ഇനി അടപ്രഥമൻ ആർക്കും ഉണ്ടാക്കി അറിയില്ലെന്ന് പറയുന്നത്. അതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. താങ്ക് യു.